ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി 2024 നവംബർ മാസം 30 ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് പറയുന്നത്. 27 നക്ഷത്ര ജാതകർക്കും നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് വിശദീകരിച്ച് പറയുന്നതാണ് ഈ വീഡിയോ. പ്രിയപ്പെട്ടവർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലിന് ആളുകാർക്ക് ശനിയാഴ്ച ദിവസത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. മേടം രാശി മുതലാണല്ലോ കുറുകൾ എണ്ണിത്തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് മേടക്കുറിലെ നക്ഷത്രഫലം പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലിന് ആളുകാർക്ക് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. 11ലെ ശനി ലാഭത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ മേടക്കുറുകാർക്ക് 12ൽ രാഹു നിൽക്കുന്നു. വന്നു കയറുന്നതല്ല, അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നൊരു അനുഭവമുണ്ട്. എന്നാൽ മറുവശത്ത് 2ാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ രാഹുവാണോ വ്യാഴമാണോ ഇവർക്ക് നേട്ടം കൊടുക്കുന്നതെന്നുള്ളത് ഇവരുടെ ജീവിതാനുഭവം കൊണ്ട് അറിയാൻ പറ്റും. അതാദ്യമായിട്ടൊന്ന് പറയുകയാണ്. അപ്പോൾ 11ൽ നിൽക്കുന്ന ശനി ഈ ശനിയാഴ്ച ദിവസം നാളെ അവർക്ക് കാര്യമായ ഗുണമൊന്നും ചെയ്യുന്നൊരു ദിവസമല്ല. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലമില്ലാത്ത ഒരു ദിവസമാണ്. മാത്രമല്ല മേടക്കുറുകാരുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഏതൊരു ഗ്രഹവും അഷ്ടമത്തിൽ നിന്നാൽ അത് ആയുസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ആപത്ത്, അനർത്ഥങ്ങൾ, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് തന്നെയുമല്ല, ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് വൃശ്ചികൻ രാശിയിൽ വെച്ച് ശനിയുടെ ദൃഷ്ടിയെ അയച്ച് ചന്ദ്രനെ ശത്രുതയിൽ കൂടി കാണുന്നു. അപ്പോൾ ശത്രു അറിഞ്ഞ അനുഭവങ്ങളൊക്കെ മേടക്കുറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ മേടക്കുറുകാർ എന്താണ് ചെയ്യേണ്ടത്? സൂക്ഷിക്കണം. വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ കാര്യങ്ങളിൽ തൃപ്തരല്ല. മാതാവിൻ്റെ കാര്യത്തിൽ അവർ തൃപ്തരായിരിക്കത്തില്ല. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാം. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ശനിയാഴ്ച ദിവസം. പക്ഷെങ്കിൽ തൊഴിൽ മേഖലയിൽ അവർ ധൈര്യം കാണിക്കുന്നൊരു ദിവസമാണ്. ആരെയും കൂസാതെ ഭയപ്പെടാതെ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദിവസമാണ്. അതുമാത്രമാണ് അവർക്കൊരു നേട്ടമെന്ന് പറയാനുള്ളത്. മറ്റു പല കാര്യങ്ങളിലും അവർക്ക് തിക്താനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ഗവൺമെൻറ്റിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചൊവ്വാഴ്ച ദിവസം നക്ഷത്രഫലം പറഞ്ഞപ്പോഴും പറഞ്ഞു വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. നിങ്ങൾ പത്രത്തിൽ കൂടിയൊക്കെ വാർത്തകൾ കാണുന്നല്ലേ, ഒരു വാഹനാപകടം ഉണ്ടായി 4-5 പേർ ഒരുമിച്ച് മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നൊരു സമയത്ത് ശനിക്ക് ശക്തിയുള്ള സമയമാണ്. അപ്പോൾ ശനിയുടെ ദൃഷ്ടി ഈ ശത്രുഗ്രഹങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. സുഖസ്വസ്ഥയൊന്നും ദേഹനന്മയൊന്നും അനുകൂലമായൊരു ദിവസമായിരിക്കണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ ശനി നിന്നാൽ ജ്യോതിഷം പറയുന്നത് ഒരു ജാതകൻ്റെ 10ാം ഭാവത്തിൽ ശനി നിന്നാൽ ആ ജാതകൻ തൊഴിൽ സ്ഥിരമായി ചെയ്യത്തില്ല, മാറി മാറി ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്കിലും നാളെ ശനിയാഴ്ച ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഏത് തൊഴിൽ ചെയ്താലും അവിടെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. കീർത്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. വിദ്യ കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ആരെയും ഭയമില്ലാതെ ഏത് കാര്യവും ചെയ്യുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും പൂർണ്ണ തൃപ്തരാകണമെന്നില്ല എന്നുള്ളതാണ് ഇവർക്കുള്ള ന്യൂനത എന്നുള്ളതും അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര നല്ലതല്ല. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് അവർക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും തൊഴിൽപരമായിട്ടുള്ള ഒരു ഉയർച്ച അവർക്കുണ്ടാകും. കലാകാരന്മാരൊക്കെ ശോഭിക്കും. തൊഴിൽ കൂടി ധനപരമായ നേട്ടവും പദവിയും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ഭാഗ്യവും ഭാഗ്യക്കേടുകളും വന്നു ചേരാം.
കൂടുതലായിട്ടും വന്നു ചേരുന്നത് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ്. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ചിലർ അഹങ്കാരികളായി തീരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം. അപ്പം 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഭാഗ്യത്തെ കൊടുക്കും, ചിലർക്ക് ഭാഗ്യക്കേടുകൾ കൊടുക്കും. അവർ ജനിച്ച സമയത്ത് ഭാഗ്യം തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് ശനി അവരുടെ ജാതകത്തിലുള്ളതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും. അല്ലാത്ത പക്ഷം അവർക്ക് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് പിതാവ് മുഖേനയുള്ള നേട്ടം ഈ ജാതകർക്ക് വന്നു ചേർന്നാൽ പോലും, ധനധാന്യ സമൃദ്ധിയും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിതാവ് മുഖേന വന്നു ചേർന്നാൽ പോലും പിതാവുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസത്തിനോ അതിൽ ശത്രുതയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും മേലധികാരികൾ മുഖേനയുള്ള ശത്രുതയ്ക്കും അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് തൊഴിൽ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറയുന്ന യാതൊരു അനുഭവമില്ലാതെ അവർ വളരെ ഹാപ്പിയായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ ഇത് ചുമ്മാ പറയുന്നതെന്ന് പറയും. അപ്പോൾ അത് ദേശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ളൊരു നേട്ടം ഉണ്ടാകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖം കാര്യമായിട്ട് നാളെ ദിവസം ഉണ്ടാകണമെന്നില്ല. ധനപരമായ കുടുംബത്തിൻ്റെ ധനസ്ഥിതി നാളെ മെച്ചപ്പെടണമെന്നില്ല. അപ്പോൾ ചിലർക്ക് കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരും, ചിലർ രോഗത്താൽ ഭാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മിഥുനക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂജ്യമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കാര്യവിജയമൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമല്ല. അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ പരാജയം ഉണ്ടാകുന്ന ദിവസമാണ്. ഒരു കാര്യത്തിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു ദിവസം. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകുന്നൊരു ദിവസം. തൊടുന്നതിനും പിടിക്കുന്നതെല്ലാം ദേഷ്യം ഉണ്ടാകുന്നൊരു ദിവസം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസം. ആരോഗ്യം കുറവായിരിക്കും. ചിലർക്ക് വിദേശവാസത്തെക്കുറിച്ച് ആലോചിച്ച് വിദേശത്തൊക്കെ പോയാലും അവർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെയൊരു സമയമാണിപ്പോൾ. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് എല്ലാ വിധത്തിലുമുള്ള കഷ്ടതകളെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നല്ല രീതിയിൽ പോകത്തില്ല. ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടബാധകളും ഒക്കെ അവരെ അലട്ടും. രോഗദുഃഖ ദുരിതങ്ങൾ അലട്ടും. ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. മക്കളെ കൊണ്ടൊരു അനുഭവം നല്ലതില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. ഇപ്പോൾ ഭൂമിപരമായിട്ടുള്ള ഒരു നേട്ടവും അവർക്കുണ്ടാകുന്ന കാര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ അവർക്ക് പ്രതികൂലമാണ്. പലർക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നാളെയും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 7ാം ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പുനർവിവാഹിതരൊക്കെ പുനർവിവാഹത്തിന് ഒരു സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെയുള്ള ആലോചനയൊക്കെ അവർക്ക് നടത്താവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിലേ കുടുംബജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഭാര്യയും ഭർത്താവും അകലും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണെങ്കിൽ ആ ശനി ഇപ്പോൾ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ ശനി കൊണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള അനുഭവമൊക്കെ അവർക്ക് നല്ലതാണ്. ചിലർക്ക് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഒരു അനുകൂലമായ അനുഭവം ഉണ്ടാകുന്ന ദിവസമല്ല. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഒരു നേട്ടവും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭൂമി സംബന്ധിച്ചുള്ള ഒരു നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കേണ്ട. വാഹന സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഈ ശരീരത്തിന് വിഷമതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസവുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശനിയാഴ്ച ദിവസം ചിങ്ങക്കൂറുകാർക്കുള്ള നേട്ടം, കുടുംബസുഖം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകും. എങ്കിലും തൊഴിൽ ഗുണവും മക്കളെ കൊണ്ടുള്ള അനുഭവമാണ് ഇവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ശനിയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നത് 6ാം ഭാവത്തിൽ കൂടിയാണ്. 6ാം ഭാവത്തിൽ ശനി നിന്നാൽ, പാപഗ്രഹമായ ശനി 6ാം ഭാവത്തിൽ നിന്നാൽ നല്ലതാണെന്ന് പറയുന്നു. പക്ഷെങ്കിൽ കടബാധകളാൽ ഭാരപ്പെടുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ജനിച്ച സമയത്ത് ശനി അനിഷ്ട സ്ഥിതനാണെങ്കിൽ, ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ, ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ കടബാധ്യതകളാൽ ഭാരപ്പെടും. വട്ടം കറങ്ങും. 1 രൂപ പോലും തിരികെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി അവർ നീറി ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷെങ്കിൽ ജനിച്ച സമയത്ത് ശനി അനുകൂലമായ ഒരു ഗ്രഹമാണെങ്കിൽ 6ാം ഭാവത്തിൽ നിന്നാൽ നേട്ടമാണ്. കടബാധ്യതകൾ ഉണ്ടാകത്തില്ല, രോഗം വരുത്തത്തില്ല, മറ്റ് ശത്രുതകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് അവർ ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ
12-ലോ 8-ലോ ഒക്കെ നിൽക്കുന്ന ഒരു ഗ്രഹമായിട്ടാണെങ്കിൽ, അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണെങ്കിൽ കടബാധ്യതകളാൽ അവർ വട്ടം കറങ്ങും. കടം കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി അവർ പോകും. അവർ ഇപ്പോൾ കന്നിക്കൂറുകാരുടെ അവസ്ഥ എന്താണ്? സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും അവർക്കുണ്ടാകുന്നൊരു സമയമല്ല. എന്താണ് കാരണം? 3-ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയാണല്ലോ സഹോദര ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം. ആ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു. ഒരു സുഹൃത്തിനോട് ചോദിച്ചാൽ പോലും ഒരു രൂപ കിട്ടത്തില്ല, ഒരു സഹോദരനോട് ചോദിച്ചാൽ പോലും കിട്ടത്തില്ല. സഹോദരങ്ങൾ ശത്രുക്കളാകുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കുള്ളത്. അപ്പോൾ ഈ അനുഭവത്തിൽ കൂടിയാണ് കന്നിക്കൂറുകാർ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർ മരണത്തെ മുഖാമുഖം കണ്ടു ജീവിക്കുന്നവരുണ്ട്. നാളെ ഞാൻ എങ്ങനെയാകും? എൻ്റെ അവസ്ഥ എന്താകും? ഞാൻ പിടിക്കപ്പെടും, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ആരും സഹായിക്കുന്നില്ല, എല്ലാവരും എന്നെ വെറുക്കുന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്ക് ആരും ഒരു സഹായത്തിനില്ല എന്നുള്ള ഒരവസ്ഥയിൽ കൂടി പോകുന്ന ഒരുപാട് പേര് കന്നിക്കൂറിൽപ്പെട്ടവരുണ്ട്. 7-ൽ അവർക്ക് രാഹു ബലമായിട്ട് നിൽക്കുന്നു. ഭർത്താവ് സഹായത്തിനില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരത്തില്ല, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവമില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാലത്തം ചിത്ര 2 പാദം നാളുകാരുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇതൊന്നും അനുഭവിക്കാതെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. അവരുടെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടാണ് ആ ഒരു നേട്ടം. ദശാകാല സമയത്ത് അപഹാരനാഥൻ അനുകൂലമായി നിൽക്കുന്നവർക്കൊക്കെ അങ്ങനൊരു നേട്ടവും ഉണ്ട്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രുതയാൽ ഭാരപ്പെടാം, രോഗത്താൽ ഭാരപ്പെടാം, കടബാധകളാൽ ഭാരപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്വന്തക്കാർ, ബന്ധുക്കാർ, സുഹൃത്തുക്കൾ ആരും സഹായത്തിന് വരാത്തൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത്. ഇനി ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പക്ഷേ ആരെങ്കിലും സഹായിച്ചാലായി. അപ്പോൾ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് കന്നിക്കൂറുകാർക്ക് എന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അനുഭവം നമുക്ക് ചിന്തിക്കാം. ശനി ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. ഇവിടെ 2-ാം ഭാവത്തിൽ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നു. ബലമില്ലാത്തൊരു ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഇവർക്കൊരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ കാര്യഭാവം, ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ തടസ്സം സൃഷ്ടിക്കുന്ന ശനി ബലവാനായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബം, ധനം എന്നീ വിഷയത്തിൽ ബലമില്ലാത്ത തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ നിൽക്കുന്നു. ആ ഭാവത്തിൻ്റെ 2-ാം ഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം വളരെ മോശമായ അനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേരും. ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക്, അതുപോലെ തന്നെ ശനി അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നവർക്ക്, ചന്ദ്രൻ അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയാലും ഒട്ടുമിക്കവർക്കും പ്രതിസന്ധി നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഇപ്പോൾ തുലാക്കൂറുകാർക്ക് ആശ്വാസമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അത് ഡിസംബർ മാസം 2-ാം തീയതി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ കണ്ടാൽ പിന്നെ മിണ്ടാത്തൊരവസ്ഥയിൽ കൂടി ആയിപ്പോകും. ഈ ശുക്രൻ ധനുരാശിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഇവർക്ക് ശത്രുക്കളായിരുന്നു. ഇവരൊരു സുഹൃത്തിൻ്റെ സഹായം അന്വേഷിച്ച് ഒരു സുഹൃത്തിനോടൊരു കാര്യം പറഞ്ഞിട്ട് അവരാരും മൈൻഡ് ചെയ്യാത്തൊരു സമയമായിരുന്നു. ഈ ശുക്രൻ ധനുരാശിയിലേക്ക് വന്നപ്പോൾ ഇവരെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിച്ച് ഇവർ പല കാര്യങ്ങളിലും ഇപ്പം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേങ്കിൽ ഈ ഡിസംബർ 2-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സഹായവും സഹകരണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെയും ഇത് തന്നെ സ്ഥിതി. ഒരു കാര്യത്തിലും ഒരു നീക്കുവെക്കൊണ്ടാകാത്തൊരവസ്ഥ. മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ, പലരും വളരെ മാനസികമായിട്ടുള്ള പിരിമുറക്കത്തിലാണ് ജീവിക്കുന്നത്. പലരും പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്താണ്? 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് കാര്യവിജയത്തെ കൊടുക്കത്തില്ല. മക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർ കൊടുക്കുന്നു. പലരും മാനസികമായ വെല്ലുവിളികളെ നേരിട്ട് ജീവിക്കുന്നുണ്ട്. ശനിയാഴ്ച ദിവസമായ നാളെ അവർക്ക് കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. അങ്ങനെ പല കാര്യത്തിലും പ്രതിസന്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ്. പിന്നെ നേട്ടം എന്താണ്? സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രോഗമോ ദുഃഖമോ പ്രയാസമോ ഒക്കെ വന്നാൽ പോലും ഇവർക്ക് നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, ധനപരമായ നേട്ടം, തൊഴിൽഗുണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം. എന്നാൽ മക്കളെ സംബന്ധിച്ച് ചിലർക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരുടെ മക്കൾക്ക് പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് സുഖസ്വസ്ഥത ദേഹത്തിന് അത്ര മെച്ചമാകണമെന്നില്ല. അപ്പോൾ അത് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുകയുള്ളൂ. എങ്കിലും മറ്റു പല കാര്യങ്ങളും അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസം
ദിവസമായിരിക്കും ധനുക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചിലരൊക്കെ കടബാധകളാൽ ഭാരപ്പെടും, ധനം തികയാത്ത അവസ്ഥ ഉണ്ടാകും. എന്നാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം ധനത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, കാര്യങ്ങളെല്ലാം അനുകൂലമായി പോകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ചിലർക്ക് നാളത്തെ ദിവസം തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ പറ്റിയെന്ന് വരികയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിയണം. കാരണം അത് തന്നെയല്ല, മകരക്കൂറുകാർ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു നേട്ടവും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനും 11-ാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ 7-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനുമായിട്ട് ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി വരുന്ന ദിവസം. പക്ഷെങ്കിൽ ഈ 2 ഗ്രഹത്തിനും ബലമില്ല. ചന്ദ്രന് ബലമുണ്ടായിരുന്നെങ്കിൽ ഈ ചൊവ്വായ്ക്ക് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ബലം വന്നേനേയും. അപ്പോൾ അങ്ങനെ ചൊവ്വായ്ക്ക് ബലമുണ്ടാകുമ്പോൾ അവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുകയും അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തന മേഖലകളിൽ ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടായേനേയും. പക്ഷെങ്കിൽ ചന്ദ്രൻ നീചനായിട്ട് ബലമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബലമില്ലാത്ത, ചന്ദ്രന് ബലമുണ്ടായിരുന്നെങ്കിൽ ചൊവ്വായ്ക്ക് ബലം വന്നേനേയും. ചന്ദ്രന് ബലമില്ല. അമാവാസിയുടെ അടുത്ത് നിൽക്കുന്ന ചന്ദ്രനാണ്, നീചനായ ചന്ദ്രനാണ്. അപ്പോൾ നീചരാശിയിലാണ് വന്നു നിൽക്കുന്നത്. നീചരാശിയിൽ വന്നു നിൽക്കുമ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന ആ രാശിയുടെ കേന്ദ്രത്തിൽ ഈ ചൊവ്വ വന്ന് നിൽക്കുമ്പോൾ, ബലമുള്ളൊരു ചൊവ്വ നിൽക്കുകയായിരുന്നെങ്കിൽ നീചഭംഗ രാജയോഗമൊക്കെ സംഭവിച്ചതിന് ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ, അവരുമായിട്ടുള്ള സഹകരണങ്ങളും കൊടുത്തുവാങ്ങലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ 2 കാര്യങ്ങളിൽ മകരക്കൂറുകാർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നാളെ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്നുള്ള ആ പ്രാർത്ഥന. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ, സുഹൃത്ത് ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം നീചനായിട്ട് നിൽക്കുന്നു. അവിടെ ചന്ദ്രൻ വന്നു നിൽക്കുന്നു. അപ്പോൾ പരസ്പരം ഗ്രഹങ്ങൾ ക്ഷേത്രം മാറുന്നുണ്ടെങ്കിൽ പോലും ബലമില്ലാത്തൊരു ചന്ദ്രനായതുകൊണ്ട് അവിടെ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. ചിലർക്കൊക്കെ നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണത്തിന് കുറവ് വരാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാലും വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖവും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ തൊഴിൽപരമായിട്ടുള്ള. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ, തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 12-ൽ നിൽക്കുന്ന ഒരു ശനിയാഴ്ച ദിവസമാണ്. ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ, അതല്ല എങ്കിൽ മറുവശം പറയാം, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രായമുള്ളവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോശം ദിവസമായിരിക്കും. രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടും. എന്തിനു വേണ്ടി ഓപ്പറേഷൻ വരെ വേണ്ടി വരുന്നൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ശനിയുടെ ദോഷം വരാതിരിക്കുവാൻ വേണ്ടി പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, അപ്പനെയും അമ്മയൊക്കെ സ്നേഹിക്കണം, അവർക്കൊക്കെ വേണ്ടി കൊടുക്കുക, അവരുടെ അനുഗ്രഹം മേടിക്കുക. ശനീശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ശബരിമലയിൽ എല്ലാ വർഷവും പോയില്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്താൽ മതി. പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക. വഴിയെ പോകുന്നൊരു പ്രായമുള്ളവരെ കണ്ടാലും അവരെ ഒന്നും ബഹുമാനിക്കുക, ആദരിക്കുക ചെയ്താൽ ശനീശ്വരൻ നിങ്ങളെ അപ്പോൾ തന്നെ അനുഗ്രഹിക്കും. അതാണ് ശനീശ്വരൻ്റെ പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടും. കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, നിങ്ങൾക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പ്രതിസന്ധികൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എന്നാൽ ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്കൊന്നും തന്നെ ദോഷമായിട്ട് വന്നു ചേരാതെ നിങ്ങളെ മഹാദേവനും ശനീശ്വരനും ഒക്കെ അത്ഭുതകരമായി വഴി നടത്തുന്ന, കാത്തുരുപാലിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽപരമായുള്ള നേട്ടം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുണ്ടെങ്കിലും ഈ ശനി ദോഷം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തൊഴിലെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.